ഓക്കെ, അപ്പൊ യൂറോപ്യന്മാരുടെ വരവിന്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ യൂറോപ്യൻ ശക്തി ഇന്ത്യയിലേക്ക് എത്തിയത്. ഇന്ത്യയിലേക്ക് എന്ന് പറയുമ്പോൾ അവർ കേരളത്തിലാണ് വന്ന് ഇറങ്ങിയത്. നമ്മുടെ പോർച്ചുഗീസുകാരാണ്. അപ്പൊ പോർച്ചുഗീസുകാരുടെ കാര്യമായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നമുക്ക് നോക്കാം യൂറോപ്യന്മാരുടെ വരവ്. യൂറോപ്യന്മാര് വ്യാപാരത്തിനായിട്ട് കേരള തീരത്ത് എത്തിയത് 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് കൂടിയിട്ടാണ് അവർ ആദ്യമായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് കൂടിയിട്ടാണ് എത്തിച്ചേർന്നത്. ഇപ്പൊ നമ്മളൊക്കെ വിചാരിക്കും, യൂറോപ്യന്മാർക്ക് മുന്നേ തന്നെ വേറെ ഏതെങ്കിലും ആളുകൾ ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ, അല്ലെ കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? നമ്മൾ പറയും ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യന്മാര് പോർച്ചുഗീസുകാരാണ്. പക്ഷെ ആദ്യമായിട്ട് കേരളത്തിലേക്ക് എത്തിച്ചേർന്ന അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന വിദേശ ശക്തികൾ എന്ന് പറയുന്നത് ഒരിക്കലും യൂറോപ്യൻസ് അല്ല. അത് ഇംഗ്ലീഷുകാരോ പോർച്ചുഗീസുകാരോ ഒന്നുമല്ല. ആരാണ്? അറബികളും ചൈനക്കാരുമാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോ യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുൻപ് തന്നെ കേരളവുമായിട്ട് വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് ആര്? അറബിക്കാരും ചൈനക്കാരും. അവരൊരിക്കലും നമ്മുടെ ഇന്ത്യയെ കീഴടക്കാനോ നമ്മുടെ ഇന്ത്യയെ അവരുടെ കീഴിലാക്കാനോ ഒന്നും പരിശ്രമിച്ചിട്ടില്ല. അവരെന്ത് ചിന്തിച്ചിട്ടുള്ളൂ? ഞങ്ങൾക്ക് വരണം, ഞങ്ങളുടെ കുറെ ചൈനക്കാർ വരണം, അവരുടെ കുറെ ചീനവലകളും മൺപാത്രങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളും കച്ചവടങ്ങള് സ്പൈസസ് ഒക്കെ കച്ചവടങ്ങൾ നടത്താന്നുള്ളൊരു കാര്യം മാത്രമേ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇനി ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്നും അത് വളരെ റിച്ച് ആണെന്നും അവിടെ കുറെ സ്പൈസസ് ഒക്കെ ഉണ്ടെന്നും ഒക്കെ അറിഞ്ഞിട്ടുള്ള യൂറോപ്യൻസ് കടൽ മാർഗം ഇന്ത്യ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഇന്ത്യ കണ്ടെത്താനായിട്ടുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ച വ്യക്തിയാണ് കൊളംബസ്. കണ്ടോ, കൊളംബസ്. അപ്പോ കടൽ മാർഗം ഇന്ത്യ കണ്ടെത്താനായിട്ടുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ച കൊളംബസ് എത്തിച്ചേർന്ന സ്ഥലം എവിടെയായിരുന്നു? അമേരിക്കയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് കൊളംബസ് ആണ്. ചെന്നിറങ്ങിയ സ്ഥലം ഇന്ത്യയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കൊളംബസ് അമേരിക്കയിലുള്ള തദ്ദേശീയരായ അമേരിക്കക്കാരെ വിളിച്ചത് റെഡ് ഇന്ത്യൻസ് എന്നാണ്. മനസ്സിലായോ? റെഡ് ഇന്ത്യൻസ് എന്നാണ് വിളിച്ചത്. അത് പക്ഷെ ഇന്ത്യ അല്ലായിരുന്നു, അത് അമേരിക്കയാണ് കൊളംബസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വിദേശികള് പല രീതിയിലും എത്തിച്ചേർന്നിരുന്നു ഇതിനു മുൻപേ തന്നെ. അല്ലെങ്കിൽ നമുക്ക് കരമാർഗം അവർ എത്തിച്ചേർന്നിരുന്നു. ഓക്കെ, കരമാർഗവും അവർക്ക് എത്തിച്ചേരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു അന്ന് തന്നെ. നമ്മുടെ നോർത്ത് സൈഡിലൂടെയൊക്കെ അവർക്ക് വരാൻ സാധിച്ചിരുന്നു. അല്ലെങ്കിൽ ആദ്യമുണ്ടായിരുന്ന നമ്മുടെ മിഡീവൽ ഇന്ത്യ പീരീഡിലൊക്കെ നമ്മുടെ രാജാക്കന്മാര് അല്ലെങ്കിൽ മുഗളന്മാരും ഒക്കെ ഇന്ത്യയിലേക്ക് ആക്രമണത്തിന് വേണ്ടിയിട്ടൊക്കെ വന്നിരുന്നത് ഗൈബർ പാസ് വഴിയായിട്ടാണ്. നമ്മൾ കാശ്മീരിന്റെ ഭാഗത്തുള്ള ഗൈബർ ചുരം വഴിയൊക്കെയാണ്, അഫ്ഗാനിസ്ഥാൻ വഴിയൊക്കെ ആയിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഇന്ത്യയിലേക്ക് നേരത്തെ തന്നെ വിദേശികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ യൂറോപ്യന്മാര് ഇന്ത്യയിലേക്ക് എത്തിയപ്പോ 15-ാം നൂറ്റാണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിലേക്ക് ആദ്യം എത്തിയ ആൾക്കാര് പോർച്ചുഗീസുകാരാണ്. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരികെ പോയത് ഡച്ചുകാരായിരുന്നു. ഓക്കെ, ഇനി യൂറോപ്യന്മാര് ഇന്ത്യയിലേക്ക് പുതിയ ഒരു കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് ഒരു കാരണമുണ്ട്. അതായത് 1453 ഓട്ടോമൻ തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന സ്ഥലം പിടിച്ചെടുത്തത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രാധാന്യം എന്താണ്? തുർക്കിയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന സ്ഥലം 1453 ഓട്ടോമൻ തുർക്കികള് പിടിച്ചെടുത്തപ്പോഴ് മറ്റൊരു മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നു യൂറോപ്യന്മാർക്ക്. അത്രയും നാള് അവർ ആ ഭാഗത്തുകൂടിയാണ് ഈ ഒരു ഏരിയയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമുക്ക് ഓക്കെ, ആ ഒരു മാപ്പ് ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. ഓക്കെ, അവർക്ക് ആ ഒരു ഏരിയയിലൂടെ കടക്കാനായിട്ട് സാധിച്ചിരുന്നു. പക്ഷെ ഈ ഓട്ടോമൻ ടർക്കികള് അവിടെ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോ
ആ ഒരു ഏരിയക്കുള്ള പ്രവേശനത്തിന് അവര് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വന്നു, അവരുടെ അനുമതികൾ വേണ്ടി വന്നു. അതിന്റെ പേരിൽ മറ്റൊരു മാർഗം കണ്ടുപിടിക്കണമായിരുന്നു. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് അങ്ങനെ അവര് വന്ന് ഇവിടെ ആഫ്രിക്കയിൽ കൂടിയിട്ടാണ് പിന്നെ അവർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത്. അതായത് ഇവിടെ നമ്മുടെ ഈ ടർക്കിയുടെ ഭാഗം ഈ ഒരു ഏരിയയില് ഓട്ടോമൻ ടാക്സ് പിടിച്ചെടുത്തത് കൊണ്ട് ഇതിലൂടെയുള്ള ഈ ഒരു പ്രവേശനം ഉണ്ടല്ലോ, അത് അവർക്ക് വളരെയധികം ചെലവേറിയതായിട്ട് മാറി. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് മറ്റൊരു കടലിലൂടെ റൂട്ട് കണ്ടുപിടിക്കണമെന്ന് നമ്മുടെ യൂറോപ്യൻസ് വിചാരിച്ചത്. മനസ്സിലായോ? അതായത് നമ്മുടെ യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഏത്? തുർക്കി എന്ന് പറയുന്നത്. ഈ തുർക്കിയിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ഇവർ പിടിച്ചെടുത്തു. അപ്പൊ അവര് പറഞ്ഞു ഇതിലൂടെ കടന്നു പോകുന്ന കപ്പലുകള്, ചരക്ക് കപ്പലുകള് വലിയ രീതിയിലുള്ള ഒരു ടാക്സ് അവർക്ക് കൊടുക്കണം. അപ്പൊ അത്രയും ടാക്സ് ഒക്കെ കൊടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് കടലിലൂടെ ചരക്കുകളൊക്കെ കൊണ്ടുപോയിട്ട് യൂറോപ്യൻസിന് വലിയ ലാഭമൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പോരാനായിട്ട് തീരുമാനിച്ചത്. ഓക്കെ, നമ്മളിനി വേൾഡ് ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഏരിയനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇത്രയും കാര്യം മനസ്സിലാക്കാം. അതായത് ഒരു പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നത് അവര് പോയിക്കൊണ്ടിരുന്ന റൂട്ടില് ഓട്ടോമൻ ടർക്കുകൾ പിടിച്ചെടുത്തത് കൊണ്ട് അവര് മറ്റൊരു മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നു. ഓക്കെ, ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യൻസിന്റെ ഒരു ഓർഡർ ആണ് നമ്മൾ പറയണത്. അത് എങ്ങനെയാണ്? ഒന്നാമത് പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്, മൂന്നാമത് വന്നത് ബ്രിട്ടീഷുകാരാണ്, നാലാമത് വന്നത് ഫ്രഞ്ചുകാരാണ്. നമ്മൾ അതിനൊരു കോഡ് ഇട്ട് വിളിക്കും, പോഡ ബീഫെ. അതായത് ആദ്യത്തെ ആരാണ്? ഒന്നാമത്തെ പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്, മൂന്നാമത് വന്നത് ബ്രിട്ടീഷുകാരാണ്, നാലാമത് വന്നത് ഫ്രഞ്ചുകാരാണ്. അപ്പൊ പോഡ ബീഫെ എന്ന് ഓർത്താൽ മതി. ഈ ഓർഡർ അനുസരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വന്ന വിദേശ ശക്തികളെ കാലക്രമം അനുസരിച്ചിട്ട് അടയാളപ്പെടുത്താനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് തിരിച്ചുപോയ വിദേശ ശക്തി ചോദിച്ചാൽ അത് ഡച്ചാണ്, അല്ലെ? ആദ്യം തിരിച്ചുപോയത് ഡച്ചാണെന്ന് നമ്മൾ കണ്ടു. അവസാനം തിരിച്ചുപോയത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. 1961 വരെ അവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ഗോവയിൽ ഉണ്ടായിരുന്നു. അവസാനം ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന സൈനിക നടപടിയിലൂടെയാണ് പട്ടേലിന്റെ കാലഘട്ടത്തിൽ അവരെ നമ്മൾ ഒഴിപ്പിച്ച് വിട്ടത്. അപ്പൊ ഇന്ത്യയിലേക്ക് ആദ്യം വന്ന വിദേശ ശക്തിയും ഇന്ത്യയിൽ നിന്ന് അവസാനമായിട്ട് തിരിച്ചുപോയ വിദേശ ശക്തിയും ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? പോർച്ചുഗീസുകാരാണ്, അല്ലെ? ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്നതും അവസാനമായിട്ട് ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോയതുമായ യൂറോപ്യൻ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് തിരിച്ചുപോയ വിദേശ ശക്തി അല്ലെ യൂറോപ്യൻ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ 4 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, മെയിനായിട്ട് 4 രാജ്യക്കാരും പിന്നെ നെതർലൻഡ്സുകാരും ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അവർ നമ്മളെ കാര്യമായിട്ട് ഭരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇവരെയൊക്കെ വിളിക്കുന്ന വിളിപ്പേരുകളുണ്ട്. എന്താന്ന് നോക്കാം. പറങ്കികൾ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരെയാണ്. നമ്മൾ പറങ്കി മാങ്ങാന്ന് കശുമാങ്ങേനെ പറയും, അല്ലെ? കശുവണ്ടീനെ പറയും. അവർ പോർച്ചുഗീസുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സാധനമാണ് നമ്മുടെ കശുവണ്ടി. അപ്പോൾ പറങ്കികൾ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരെയാണ്. പരന്ത്രീസുകാർ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരെയാണ്. നമ്മൾ ഈ നമ്മുടെ കുട നന്നാക്കുന്ന ചോയി എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ പരന്ത്രീസുകാരെന്ന് കേരളത്തിലെ ഫ്രഞ്ച് അധിനിവേശത്തെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ് കുട നന്നാക്കുന്ന ചോയി. അപ്പൊ അതിനകത്തൊക്കെ കാണാം. ഇനി ലന്തക്കാർ എന്ന് പറയുന്നത് ഡച്ചുകാരെയാണ്. ലന്തക്കാർ എന്ന് പറയുന്നത് ഡച്ചുകാരെയാണ്. ഡാനിഷുകാർ എന്ന് പറയുന്നത് ഡെൻമാർക്കുകാരാണ്. ഈ ഡച്ചുകാർ എന്ന് പറഞ്ഞാൽ ഏതാ രാജ്യം? അവര് നെതർലാൻഡ്സ് ആണ് കേട്ടോ. ഡച്ചുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നെതർലാൻഡ്സുകാരാണ്. പിന്നെ ഡാനിഷ് ആണ് ഡെൻമാർക്ക് കേട്ടോ, ഡെൻമാർക്ക്. വെള്ളക്കാരെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെയാണ്. ബ്രിട്ടീഷുകാരെ ഷീമക്കാർ എന്ന് കൂടി പറയാറുണ്ട്. ഷീമക്കാർ എന്ന് പറഞ്ഞാലും ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ. പറങ്കികൾ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. പരന്ത്രീസുകാർ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരാണ്. ലന്തക്കാർ എന്ന് പറയുന്നത് ഡച്ചുകാരാണ്. ഡാനിഷുകാർ എന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. വെള്ളക്കാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷീമക്കാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ്. ഇതിന്റെയും ചീരമ്പടി ചേർക്കാനായിട്ട് നമുക്ക് ചോദ്യം വരാറുണ്ട്, അല്ലെങ്കിൽ അത് വൺ വേർഡ് ആയിട്ട് വരാറുണ്ട്. പറങ്കികൾ എന്ന് പറയുന്നത് ആരെയാണ് എന്ന രീതിയിലൊക്കെ ചോദ്യം വരാറുണ്ട്.
അപ്പൊ ഇത് നമുക്ക് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഈ നോട്ട് നമുക്ക് അത്യാവശ്യം ലെങ്തി ആണ് ഇനി അങ്ങോട്ട് പോകുമ്പോ. അപ്പൊ അത് കുറെ കാര്യങ്ങൾ നമുക്കൊരു കഥയാണ്. പക്ഷെ സ്ലൈഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാം എഴുതാനായിട്ട് അത്ര ശ്രമിക്കണ്ട, മെയിൻ പോയിന്റ്സ് എഴുതാം, പിന്നെ നോട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി സ്പീഡൊക്കെ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ഒന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തിയ പോർച്ചുഗീസുകാരിലേക്ക് പോവാം. പോർച്ചുഗീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യൻ. ഉത്തരം പറഞ്ഞോ. പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ഓപ്ഷനിൽ അറബികളുണ്ടാവും, ചൈനക്കാരുണ്ടാവും, അല്ലെ, പോർച്ചുഗീസുകാരുണ്ടാവും, ഇംഗ്ലീഷുകാരുണ്ടാവും. നമ്മുടെ ഉത്തരം എന്തായിരിക്കും? പോർച്ചുഗീസുകാർ. ഇനി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്. അപ്പൊ എന്താണ് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് ദാ ഇവിടെ ആഫ്രിക്കയുടെ ഈ ഒരു സ്ഥലം, അല്ലെ, നമ്മൾ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഒക്കെ ഈ ഒരു ഭാഗത്താണ്. അതായത് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ വരുമ്പോണ്ടല്ലോ, ഇവിടം വരെ എത്തിക്കഴിഞ്ഞ കപ്പലുകൾക്ക് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഭയങ്കര പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ്. അങ്ങനെ ഇവർക്ക് എങ്ങനെ ഇങ്ങോട്ട് കടക്കാന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മൺസൂൺ കാറ്റുകൾ മൺസൂൺ കാറ്റുകൾ പോയ സമയത്ത് മൺസൂൺ കാറ്റിന്റെ കൂടെയാണ് ഈ കപ്പലുകൾ ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ, ഹിപ്പാലസ് എന്ന് പറയുന്ന ഒരു നാവികനാണ് ഒരു ഐഡിയ കണ്ടുപിടിച്ചത്, മൺസൂൺ കാറ്റ് പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കടക്കാന്നുള്ളത്. അപ്പൊ ഈ മൺസൂൺ കാറ്റ് നമ്മുടെ ഈ ഒരു കടലിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തി ഇങ്ങനെ കേരള തീരത്തൂടെ കയറിയിട്ടാണ് ഇന്ത്യയിലേക്ക് പോവുക. മനസ്സിലായോ? ഈ കേരള തീരത്തൂടെ പോയിട്ട് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, വാസ്കോഡഗാമ കേരളത്തിൽ എത്തിച്ചേർന്ന ഡേറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, മെയ് 10-ാം തീയതിയാണ്. അതായത് മൺസൂൺ കാറ്റ് വന്ന കൂട്ടത്തിലാണ് പുള്ളി എത്തിയത്. അതിന് പുള്ളി തിരിച്ചു പോയത് മൺസൂൺ ഈ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് തിരിച്ചൊരു ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അത് തിരിച്ചിങ്ങനെ തമിഴ്നാട് തീരത്തുകൂടി വരാം. ആ സമയത്താണ് ഈ തമിഴ്നാട്ടില് ഈ സൈക്ലോൺ വെള്ളപ്പൊക്കം ഒക്കെ നിങ്ങൾ ഡിസംബർ ജനുവരി സമയത്താണ് കേൾക്കാറുള്ളത്. അതായത് ഈ മൺസൂൺ ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വരണ സമയം. അപ്പോൾ മൺസൂൺ ഇന്ത്യയിലേക്ക് മൺസൂൺ കാറ്റുകൾ കേരളത്തിലൂടെ പ്രവേശിക്കുന്ന ആ സമയത്ത് കപ്പലുകൾക്ക് ഇങ്ങോട്ടേക്ക് അടുക്കാനും പറ്റും. തിരിച്ച് ഇവർ ഏകദേശം ഒരു 3-4 മാസമൊക്കെ ഇവിടെ നിന്ന് ചരക്കൊക്കെ നിറച്ചു കഴിഞ്ഞ് മൺസൂൺ കാറ്റ് തിരിച്ചിറങ്ങി പോകുമ്പോൾ അതിന്റെ കൂടെ ഒരു കപ്പലുകൾക്ക് തിരിച്ചു പോകാനും പറ്റും. അപ്പൊ ഇവിടെ എന്ന് വെച്ചാല് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഈ ഒരു ഏരിയ കടന്നു കഴിഞ്ഞപ്പോ അവർക്ക് കുറച്ച് ഹോപ്പ് കിട്ടി. അപ്പൊ ഇതാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അപ്പൊ ഈ ആഫ്രിക്കയിലുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന സ്ഥലം കടന്ന് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യൻ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അതാണ് പോർച്ചുഗീസുകാര്. ഇനി മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇതിപ്പോ ഈ വേൾഡ് മാപ്പ് ഞാൻ കാണിച്ചു തരുമ്പോ ഇതിൽ എന്തൊക്കെ എവിടേക്കാന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. ഇതാണ് നമ്മുടെ അമേരിക്കൻ കോണ്ടിനെന്റ്, നോർത്ത് അമേരിക്ക കേട്ടാ, നോർത്ത് അമേരിക്ക. നമ്മുടെ ട്രംപ് ഒക്കെ ഇരിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ മെയിൻ ആയിട്ട് ഇവിടെ കാനഡയും ഇവിടെ USA കേട്ടോ. ഇതാണ് നോർത്ത് അമേരിക്ക. ഇതാണ് നമ്മുടെ സൗത്ത് അമേരിക്ക കേട്ടോ, സൗത്ത് അമേരിക്ക. കാരണം ഞാനൊരു ക്ലാസ്സിലേ ചോദിച്ചു നമ്മുടെ US ഏത് കോണ്ടിനെന്റിലാണ് ചോദിച്ചു, നോർത്ത് അമേരിക്ക ആണോ സൗത്ത് അമേരിക്ക ആണോ? അപ്പൊ അവർക്ക് അറിയില്ല. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങള് ചിലപ്പോ വിട്ടുപോകും, അറിയാത്ത കുറച്ച് പേരുണ്ടാവും. നമ്മുടെ ബ്രസീൽ അർജന്റീന ഒക്കെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ എവിടെയാണ്? ഈ സൗത്ത് അമേരിക്കയിലാണ് കേട്ടോ, ലാറ്റിൻ അമേരിക്ക, തെക്കേ അമേരിക്കയിലാണ്. നമ്മുടെ മെസ്സിയും നെയ്മറൊക്കെ ഉള്ളത് എവിടെയാണ്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്, ലാറ്റിൻ അമേരിക്ക എന്ന് കൂടി നമ്മൾ പറയും. ഇനി ഇതാണ് നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ കിടക്കുന്നതാണ് യൂറോപ്പ്. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഏഷ്യ, ഇവിടെ ഇങ്ങനെ ഏഷ്യ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ആഫ്രിക്കയാണ്, ഇതിന്റെ താഴെ ആഫ്രിക്ക, അല്ലെ, ആഫ്രിക്ക വരുന്നു. പിന്നെ ഇവിടെയാണ് ഓസ്ട്രേലിയ വരണത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നോർത്ത് അമേരിക്ക, ഇവിടെ സൗത്ത് അമേരിക്ക, ഇവിടെ വരുന്നത് യൂറോപ്പ്, ഇവിടെ വരുന്നത് ഏഷ്യ. ഏഷ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം കണ്ടല്ലോ, ഇന്ത്യ ഇവിടെ ഉണ്ട്. ഇവിടെ ഏതാ വരണേ? ഇവിടെ ആഫ്രിക്ക വരും, ഇവിടെ ഓസ്ട്രേലിയ. ജോഗ്രഫിയിൽ പോണ കാര്യമാണ്, പക്ഷെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എപ്പോഴും ജോഗ്രഫി ആയിട്ട് കൂടി കണക്ട് ചെയ്താലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാം. ഇവിടെയാണ് ഏത് നമ്മുടെ അന്റാർട്ടിക്ക വരുന്നത് കേട്ടോ. നമ്മുടെ അടുത്ത നമുക്ക് 7 ഭൂഖണ്ഡങ്ങളാണുള്ളത്. അന്റാർട്ടിക്ക വരുന്നു, നമ്മുടെ മുകളിലാണ് ആർട്ടിക് വരുന്നത്, ആർട്ടിക് വൃത്തം. ഇത് അന്റാർട്ടിക് ആണ്. വേൾഡ് മാപ്പിന്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമ്മൾ ഓരോ രാജ്യങ്ങളുടെ പേര് പറയുമ്പോഴും നമ്മൾ ഭാവിയിൽ പഠിച്ചു പോകുമ്പോൾ
പിന്നെ അമേരിക്കൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അപ്പൊ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് എവിടേക്കാണ് കിടക്കണേന്ന് മനസ്സിലാവണം. പിന്നെ ന്യൂസിൽ നമ്മൾ ഓരോ രാജ്യങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോഴും ആ രാജ്യം ഏത് കോണ്ടിനെന്റ് ആണെന്നൊന്ന് കണ്ടുപിടിക്കുക, മാപ്പ് നോക്കുക, ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെ ഏകദേശം ലൊക്കേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിലെ പഠനം വരെ നമുക്ക് വളരെയധികം ഈസി ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാര്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എവിടെയാന്ന് നമുക്ക് മനസ്സിലായി, ആഫ്രിക്കയിലാണ് മനസ്സിലായി. മൺസൂൺ കാറ്റിന്റെ കൂടെ അവരങ്ങോട്ട് എത്തിയിട്ട് കേരളത്തിലേക്ക് എത്തുന്നു. മൺസൂൺ തിരിച്ചിറങ്ങുമ്പോൾ അവര് തിരിച്ചിങ്ങോട്ട് പോരുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? അത് ബോറിംഗ് ആയോ? ഇനി ഇന്ത്യയിൽ വന്നിട്ട് ഈ പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങള് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഗോവ. ഗോവ എല്ലാവർക്കും അറിയാലോ എവിടെ കിടക്കണേന്ന്. പിന്നെ ദാമൻ ദിയു, ആ ഗോവയോട് ചേർന്ന് ഗോവയുടെ ഏകദേശം വെസ്റ്റിലായിട്ടാണ് ദാമൻ ദിയു കിടക്കുന്നത്. നിലവിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ഇവിടെയായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. ഓക്കെ. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് നമ്മളൊന്ന് വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ ഗോവ ഏകദേശം ഇവിടെ വരും. അപ്പൊ ദാമൻ ദിയൊക്കെ ഈ ഒരു ഏരിയയിലായിട്ടുണ്ട്. ഇവിടെയായിരുന്നു നമ്മുടെ ആര് പിടിച്ചത്? പോർച്ചുഗീസുകാര്. ഇവിടെയായിരുന്നു അവരുടെ ഒരു ഏരിയ പിടിച്ചത്. ഓക്കെ, ഗോവ ഏകദേശം വരും. ഇനി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആണ് വാസ്കോഡ ഗാമ. ആദ്യ യൂറോപ്യൻ കേട്ടോ, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആണ് വാസ്കോഡ ഗാമ. അറബികൾ എത്തിയിട്ടുണ്ട്, ചൈനക്കാർ എത്തിയിട്ടുണ്ടാവും, പായ്ക്കപ്പലിലൊക്കെ വന്നിട്ടുണ്ട് മുന്നേ. പക്ഷെ യൂറോപ്യൻ ആരാണ്? വാസ്കോഡ ഗാമയാണ്. അപ്പൊ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസ് ആണെങ്കിൽ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമയാണ്. ഓക്കെ. ഇനി അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള തന്റെ ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലമാണ് ലിസ്ബൺ. ലിസ്ബൺ എവിടെയാണ്? പോർച്ചുഗലിലാണ്. പോർച്ചുഗൽ. 1497 അദ്ദേഹം പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് യാത്ര തിരിച്ചു. അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ വൺ. മാനുവൽ വൺ. ഓക്കെ, മാനുവൽ വൺ, ഡോം മാനുവൽ വൺ എന്ന അദ്ദേഹത്തിന്റെ മുഴുവൻ പേരുണ്ട്. എക്സാമിലൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരുന്ന ഒരു ഏരിയ തന്നെയാണിത്. വാസ്കോഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയത് 1498 മെയ് 20. സോറി, ഞാൻ നേരത്തെ മെയ് 10 എന്നാണ് പറഞ്ഞത്, മെയ് 20 കേട്ടോ. 1498 മെയ് 20-ാം തീയതി. കറക്റ്റ് നോക്കിക്കോ, മൺസൂൺ അങ്ങനെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് എത്തുന്ന ഒരു ടൈമിലാണ് അവർ എത്തിച്ചേർന്നത്. അപ്പൊ ഇന്ത്യയിലേക്ക് എത്തിയത് 1498 മെയ് 20-ലാണ് എത്തിയത്. ആലോചിച്ച് നോക്കുക, 1497 യാത്ര തുടങ്ങി, 1498 പുള്ളിയുടെ എത്തിച്ചേർന്നത്. ഇനി വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലമാണ് കാപ്പാട്, കോഴിക്കോട്. ഉണ്ടോ? അത് ബ്രിട്ടീഷ് അല്ല, പോർച്ചുഗീസുകാരുടെ അവരുടെ രേഖകളിൽ നമുക്ക് കാപ്യ എന്നാണ് ഈ സ്ഥലത്തെ കാണാൻ സാധിക്കുക. ഈ കാപ്പാട് എന്ന് പറയുന്ന ഓക്കെ, കാപ്പാട് കോഴിക്കോടാണ് അവർ വന്ന് ഇറങ്ങിയത്. ഇനി പോർച്ചുഗീസുകാര് കോഴിക്കോടിനെ വിളിച്ച സ്ഥലമാണ് കലേക്കുറ്റ്. കലേക്കുറ്റ് SERT ഫാക്റ്റ് ആണ്. കോഴിക്കോടിനെ അവർ വിളിച്ച സ്ഥലം ഏതാണ്? കലേക്കുറ്റ് എന്നാണ്. ഇനി വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് പഠിക്കണം, സെന്റ് ഗബ്രിയേൽ. സെന്റ് ഗബ്രിയേൽ ആണ് അദ്ദേഹം സഞ്ചരിച്ച കപ്പലിന്റെ പേര്. അദ്ദേഹത്തിന്റെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെന്റ് റാഫേലും സെന്റ് ബെറിയോ. ഇനിയും കപ്പലുകളും ആളുകളൊക്കെ ഉണ്ടായി. യാത്രയുടെ ഇടയിൽ പലരും മരിച്ചു പോവുകയും അല്ലെങ്കിൽ പലപ്പോഴും കടൽ പ്രക്ഷുബ്ധമായ കടലിന്റെ അവസ്ഥകൾ കൊണ്ട് അവരുടെ ചരക്കും ആളുകളെയൊക്കെ അവർക്ക് കടലിൽ കളയേണ്ട അവസ്ഥകൾ അങ്ങനെയൊക്കെ കടലിൽ സംഭവിക്കും. അപ്പൊ അവസാനം എത്തിച്ചേർന്നത് ഈ 3 കപ്പലുകളാണ്. ഇനി ഐതിഹാസിക യാത്ര നടത്തി പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു, കേരളത്തിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് തിരിച്ച് ധാരാളം ചരക്കുകളുമായിട്ട് പോർച്ചുഗലിൽ എത്തിക്കഴിഞ്ഞപ്പോ മാനുവൽ രാജാവ് ഗാമയ്ക്ക് ഡോം എന്ന പദവി നൽകി. ഡോം എന്ന് പറഞ്ഞാൽ പ്രഭു എന്നാണ് അർത്ഥം. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ
സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്നൊക്കെ അറിയപ്പെട്ടത് വാസ്കോഡഗാമയാണ്. അദ്ദേഹത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് മാനുവൽ രാജാവാണ്. മാനുവൽ രാജാവിനെ മാനുവൽ രാജാവല്ല, നമ്മുടെ വാസ്കോഡഗാമയാണ്. വാസ്കോഡഗാമയെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? അങ്ങനെ വിളിച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. ഇനി വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാണ് സർദാർ KM പണിക്കർ. ഈ സർദാർ KM പണിക്കരെ കുറിച്ചിട്ട് നമ്മൾ കാര്യമായിട്ടൊക്കെ പഠിക്കും. ഇദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അംഗമൊക്കെ ആയിരുന്ന വ്യക്തിയാണ് സർദാർ KM പണിക്കർ എന്ന് പറയുന്നത്. ഇദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപീകരിച്ച ഈ ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റിയിലെ അംഗമായിരുന്നു. അപ്പൊ അദ്ദേഹം ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന ഒരു പുസ്തകം ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തില് വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്നും. ഓക്കെ, ഇനി വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമുണ്ട്, അതാണ് ഗോവ. വാസ്കോഡഗാമ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഇതുവരെ ഓക്കെ ആണോ? അപ്പൊ ഇന്ത്യയിലേക്ക് നമ്മുടെ വാസ്കോഡഗാമ എത്തിച്ചേർന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1498 മെയ് 20 അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടത് മാനുവൽ 1 രാജാവാണ്. അദ്ദേഹം എത്തിച്ചേർന്ന കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെന്റ് റാഫേലും സെന്റ് ബെറിയോയും. അദ്ദേഹം എത്തിച്ചേർന്ന സ്ഥലമാണ് കാപ്പാട്, കോഴിക്കോട്. കോഴിക്കോടിനെ നമുക്ക് രേഖകളിൽ കാണാൻ സാധിക്കുന്നത് കലൈക്കുറ്റ് എന്നാണ്. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കടൽ മാർഗം എത്തിച്ചേർന്ന യൂറോപ്യൻ ശക്തി പോർച്ചുഗീസ് ആണെങ്കിൽ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന ഒരു യൂറോപ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ മാർഗം എത്തിച്ചേർന്ന യൂറോപ്യൻ എന്ന് പറഞ്ഞാൽ അത് വാസ്കോഡ ഗാമയാണ്. ഓക്കെ, ഇനി നമുക്ക് വാസ്കോഡഗാമ എത്ര പ്രാവശ്യം ഇന്ത്യയിലേക്ക് എത്തിയെന്ന് നോക്കാം. വാസ്കോഡഗാമ ആകെ 3 പ്രാവശ്യം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. 3 പ്രാവശ്യമാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് എത്തിയത്. ആദ്യം 1498 മെയ് 20 അദ്ദേഹം ഇന്ത്യയിലെത്തി. 499 വാസ്കോഡഗാമ ലിസ്ബണിൽ മടങ്ങി എത്തി. മനസ്സിലായോ? ഇനി 1502 രണ്ടാമതായിട്ട് പുള്ളി ഇന്ത്യയിലെത്തി. 1502 വീണ്ടും വന്നു. മൂന്നാമത് വന്നതാണ് 1524 മൂന്നാമതായിട്ട് അദ്ദേഹം എത്തി. മൂന്നാമതായിട്ടും അവസാനമായിട്ടും അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത് 1524 അന്ന് വന്നപ്പോ അദ്ദേഹം പോർച്ചുഗീസിന്റെ വൈസ്രോയി ആയിട്ടാണ് എത്തിയത്. ഓക്കെ, ഇനി അദ്ദേഹം 1524 ഡിസംബർ 24 അന്തരിച്ചു. ആകെ 3 മാസം മാത്രമാണ് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് അദ്ദേഹത്തിന് ഭരണം നടത്താനായിട്ട് സാധിച്ചുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് അദ്ദേഹത്തെ വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത് കൊച്ചിയിലാണ്. കൊച്ചിയില് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അടക്കം ചെയ്തത്. 1539 വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ ലിസ്ബൺ എന്ന് പറയുന്നത്. അപ്പൊ വാസ്കോഡഗാമ എത്ര പ്രാവശ്യം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 3 പ്രാവശ്യമാണ്. ഒന്നാമത്തെ വരവ് 1498 രണ്ടാമത്തെ വരവ് 1502 മൂന്നാമത്തെ വരവ് 1524 1524 എത്തിച്ചേർന്ന വാസ്കോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് എത്തിച്ചേർന്നത്. ആ വർഷം തന്നെ അദ്ദേഹം മരിക്കുകയും കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ. ലിസ്ബണിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ലിസ്ബണിൽ നിന്നാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. അദ്ദേഹത്തെ അവസാനമായിട്ട് അടക്കം ചെയ്തും ലിസ്ബണിൽ തന്നെയാണ്.
ഓക്കെ. ഇനി അദ്ദേഹത്തിന്റെ ഓരോ വരവിലും എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതൊന്നും നമുക്ക് പറഞ്ഞു പോവാം. അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, എന്നാലും നമുക്ക് പറയാം. ഒന്നാം വരവ് 1498 പുള്ളി ആദ്യമായിട്ട് ഇറങ്ങിയത് കോഴിക്കോടാണെന്ന് നമ്മൾ പറഞ്ഞു. കോഴിക്കോട് വന്നപ്പോ എന്ത് ചെയ്തു? കോഴിക്കോട് ഭരിക്കുന്ന വ്യക്തി ആരാണ്? നമ്മുടെ സാമൂതിരിയാണ്. സാമൂതിരിയും പ്രജകളും അദ്ദേഹത്തെ പാരമ്പര്യാനുസൃതമായ ആതിഥ്യ മര്യാദകളോടെ സ്വീകരിച്ചു. അതൊക്കെ ചെയ്തു, സ്വീകരണമൊക്കെ കിട്ടി. അത് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, വാസ്കോഡഗാമ സാമൂതിരിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് എൻ്റെ ചരക്കുകൾ സൂക്ഷിക്കാനായിട്ടൊരു സ്ഥലവും വേണം, അതുപോലെ എൻ്റെ അനുയായികൾ ഒരു സംഘത്തെ കോഴിക്കോട് നിർത്തണം. ചരക്കുകൾ സൂക്ഷിക്കാനായിട്ടൊരു സ്ഥലവും വേണം, എൻ്റെ അനുയായികളെ ഒന്ന് കോഴിക്കോട് നിർത്തണം. പക്ഷേ അവിടെ സാമൂതിരി സമ്മതിച്ചില്ല. മനസ്സിലായോ? സാമൂതിരി സ്വീകരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ സ്ഥലമോ അവരുടെ ആളുകളോട് നിർത്താനോ ഒരു അനുവാദം കൊടുത്തില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്തു? നേരെ കോഴിക്കോട് വിട്ടു. യാത്രാമധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിന്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിൽ ഇറങ്ങി. അപ്പൊ കണ്ണൂര് ഭരിച്ചിരുന്നത് ആരാണ് ആ സമയത്ത്? കോലത്തിരിയാണ്. കണ്ണൂര് ഭരിച്ചിരുന്ന രാജാക്കന്മാര് കോലത്തിരിമാരും കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിമാരുമാണ്. കണ്ണൂരിൽ ഇറങ്ങിയപ്പോ അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കോലത്തിരി വാസ്കോഡഗാമയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. ഓക്കെ. അപ്പൊ കോലത്തിരി നമ്മുടെ കോഴിക്കോട് വന്നിറങ്ങിയെങ്കിലും കോഴിക്കോട് നിന്ന് യാതൊരു തരത്തിലുള്ള സഹകരണവും ഈ കച്ചവടത്തിന്റെ കാര്യത്തിൽ കിട്ടിയില്ല. അവിടെ നിന്ന് കോലത്തിരിയുടെ ക്ഷണം കിട്ടിയപ്പോ കണ്ണൂരിൽ ഇറങ്ങി. കണ്ണൂരിൽ നിന്ന് കോലത്തിരി എല്ലാ വാണിജ്യ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും കരാറിൽ ഏർപ്പെടുകയും അവിടെ നിന്ന് ചരക്കൊക്കെ കയറ്റിയിട്ട് നമ്മുടെ മൺസൂൺ കൂടെ ഇറങ്ങി വന്ന സമയത്ത് 1497 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിൽ എത്തിച്ചേർന്നു. ഇനി ഇവിടെ നോക്കാം, വാസ്കോഡഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുക എത്രയാണോ അതിന്റെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. ഇപ്പൊ വാസ്കോഡഗാമ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു ചെല്ലണത് വിജയ ശ്രീലാളിതനായിട്ടാണ്, അല്ലെ? വിജയ ശ്രീലാളിതനായിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെയാണ് ഡോം എന്ന അല്ലെങ്കിൽ പ്രഭു എന്ന പദവിയൊക്കെ മാനുവൽ രാജാവ് ആർക്ക് കൊടുക്കുന്നേ? നമ്മുടെ വാസ്കോഡഗാമയ്ക്ക് കൊടുക്കുന്നത്, അല്ലേ? ഓക്കെ. അപ്പൊ എത്രമാത്രമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ സ്പൈസസ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓക്കെ. ഇനി വാസ്കോഡഗാമ എത്തിച്ചേർന്ന് അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹം ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ അടുത്തൊരു സംഘത്തെ അവിടെ നിന്ന് മാനുവൽ ഇങ്ങോട്ട് അയച്ചു, ഡോം മാനുവൽ അയച്ചു. അദ്ദേഹമാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. വാസ്കോഡഗാമയുടെ രണ്ടാമത്തെ വരവിനെയും മൂന്നാമത്തെ വരവിനെയും കുറിച്ച് ഇതിനകത്ത് സ്ലൈഡിലുണ്ട്. ഞാനതിപ്പോ പറയുന്നില്ല, കാരണം ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്ക് തീർക്കാൻ പറ്റില്ല. അപ്പൊ അത് നിങ്ങൾ നോട്ടിൽ വായിച്ചാൽ മതി. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. രണ്ടാം വരവും മൂന്നാം വരവും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ. മൂന്നാമത്തെ വരവ് നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഏത് വർഷം എത്തിയെന്നൊക്കെ നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പെഡ്രോ അൽവാരസ് കബ്രാൾ ആണ് രണ്ടാമതായിട്ട് എത്തിയത്. അദ്ദേഹം 1500 എത്തിച്ചേർന്നു. അപ്പൊ വാസ്കോഡഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. അപ്പൊ അദ്ദേഹം 33 കപ്പലുകളും 1500 ആളുകളും ഉണ്ടായിരുന്ന ആ സംഘത്തില് ആപൽക്കരമായ ഒരു യാത്രയ്ക്ക് ശേഷം കബ്രാൾ ഇന്ത്യയിൽ വന്നപ്പോൾ 6 കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. ഇനി കബ്രാളിന്റെ പ്രതിനിധിയായിട്ട് ഒരു ഐറസ് കൊറിയ എന്ന് പറയുന്ന വ്യക്തി സാമൂതിരിയുടെ അടുത്ത് പോയി സംസാരിച്ച് കോഴിക്കോട്ട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനായിട്ടുള്ള അനുവാദം വാങ്ങിച്ചെടുത്തു. അപ്പൊ ആദ്യം നമ്മുടെ വാസ്കോഡഗാമ വന്നപ്പോ സാമൂതിരി ഓക്കെ അല്ലായിരുന്നു. രണ്ടാമതായിട്ട് കബ്രാള് വന്നപ്പോ കബ്രാളിന്റെ പ്രതിനിധി ഐറസ് കൊറിയ പോയി സംസാരിച്ചിട്ട് സാമൂതിരിയുമായിട്ടൊരു ധാരണയിലെത്തി. അങ്ങനെ കോഴിക്കോട് വ്യാപാരശാല നിർമ്മിക്കാനായിട്ട് അനുവാദം പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയാണ്. പക്ഷെ അത് അങ്ങനെയൊക്കെ ഒരു അനുവാദമൊക്കെ ലഭിച്ചു.
പക്ഷെ എന്തുണ്ടായിരുന്നു, കോഴിക്കോട് കുറെ അറബികൾ ഉണ്ടായിരുന്നു. ഓൾറെഡി അറബികള് കോഴിക്കോടുമായിട്ട് വ്യാപാരം ചെയ്യുന്നുണ്ട്. അറബികൾ അവിടെ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ അറബികളെ അല്ലെങ്കിൽ അവിടെയുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പോർച്ചുഗീസുകാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവിടെ എന്ത് സംഭവിച്ചു, അവര് തമ്മിലൊരു മത്സരം ഉണ്ടായി കച്ചവടത്തിന്റെ കാര്യത്തില്. കോഴിക്കോട്ടുണ്ടായിരുന്ന അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ നിലനിന്ന തീവ്ര മത്സരം പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം സൃഷ്ടിച്ചു. ഇനി പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു, കോഴിക്കോട് തുറമുഖത്തുണ്ടായിരുന്ന ഒട്ടേറെ അറബി കപ്പലുകളെ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരെ കൂട്ടത്തോടെ കൊല്ലുകയും ചെയ്തു. ഇതിൽ കോപാകുലരായ ജനങ്ങൾ പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും പോർച്ചുഗീസുകാരെ വധിക്കുകയും ചെയ്തു. അപ്പോ അറബികളെ പോർച്ചുഗീസുകാര് ആക്രമിച്ചു, അറബി കപ്പലുകൾ ആക്രമിച്ചു, കപ്പൽ ജോലിക്കാരെ കൊന്നു. പക്ഷെ അത് അവിടെയുള്ള കോഴിക്കോട് ഉള്ള ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്തു, സാമൂതിരിയുടെ അനുവാദം കിട്ടി അവിടെ നിർമ്മിച്ച പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിച്ച് പോർച്ചുഗീസുകാരെ വധിച്ചു. അപ്പൊ കബ്രാൾ എന്തായി, കബ്രാള് വളരെ ടെൻഷനായി. അദ്ദേഹം നേരെ അവിടെ നിന്ന് എവിടേക്ക് പോയി, കൊച്ചിയിലേക്ക് പോയി. കൊച്ചിയിലോട്ട് ചെന്നപ്പോ കൊച്ചിയിലെ രാജാവ് അവിടെ വ്യാപാരശാല നിർമ്മിക്കാൻ അനുവാദം നൽകി. അപ്പൊ അങ്ങനെ കബ്രാള് വീണ്ടും, അപ്പോഴേ കോഴിക്കോട് അവർക്ക് കിട്ടിയില്ല കേട്ടോ. കോഴിക്കോട് സാമൂതിരി അവർക്ക് ഒരിക്കലും അടിയറവ് പറഞ്ഞിട്ടില്ല. വ്യാപാരശാല കൊടുത്തെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോ അവിടുന്ന് ഓടിപ്പോണ്ടി വന്നു കബ്രാളിന്. അങ്ങനെ നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. കൊച്ചിയിൽ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ്? പെഡ്രോ അൽവാരസ് കബ്രാൾ അല്ലെ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. ഓക്കെ ആണോ? അപ്പൊ അദ്ദേഹത്തിന് ശേഷം കബ്രാൾ വന്നു അല്ലെ. വാസ്കോഡഗാമയ്ക്ക് ശേഷം കബ്രാൾ വരുന്നു. ഇനി കബ്രാളിന് ശേഷം എത്തിയ ആളാണ് ജാവോ ഡാനോവ. ജാവോ ഡാനോവ കബ്രാളിന് ശേഷം ജാവോ ഡാനോവയുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു പര്യടന സംഘം ഇന്ത്യയിൽ എത്തുകയും കൊച്ചിയിലും കണ്ണൂരും കപ്പലടുപ്പിച്ച് അവർക്ക് ചരക്ക് കയറ്റാനായിട്ട് അവിടുത്തെ രാജാക്കന്മാർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഇപ്പോഴും ഈ ജാവോ ഡാനോവ കോഴിക്കോട് വന്നില്ല അല്ലെ. കോഴിക്കോട് വന്നില്ല, കൊച്ചിയിലും കണ്ണൂരും പോയി ചരക്കൊക്കെ കയറ്റി തിരിച്ചു പോയി. കോഴിക്കോട് അപ്പോഴും അവർക്കൊരു കിട്ടകനിയായിട്ട് നിൽക്കാണ്. അപ്പോ വാസ്കോഡഗാമ വന്നു, കബ്രാള് വന്നു, ജാവോ ഡാനോവ വന്നു. ഓക്കെ. ഇനി അടുത്തൊരു വ്യക്തിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത്രയും നാളി കച്ചവടം ചെയ്ത ആൾക്കാർ പതുക്കെ നമ്മുടെ ഇന്ത്യയിലൊന്ന് ഭരിക്കാം എന്ന് വിചാരിച്ച് ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയുമായിട്ടാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലേക്ക് വരുന്നത് ഒരു പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ്. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ആയിരുന്നു അവരുടെ ലക്ഷ്യം. അതിനു മുൻപ് വരെ കച്ചവടം ചെയ്യാന്നുള്ളതായിരുന്നു. ഇപ്പൊ ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 ഇന്ത്യയിലേക്ക് എത്തുകയും 1509 വരെ ഇന്ത്യയിൽ ഉണ്ടാവുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജപ്രതിനിധിയായി 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിയമിതനായി. പുള്ളി ചെയ്ത പ്രധാനപ്പെട്ട പരിപാടി കോട്ടകൾ നിർമ്മിക്കുക. അഞ്ചുദ്വീപ്, കൊച്ചിയിലാണ് അഞ്ചുദ്വീപ്, കണ്ണൂര്, മലാക്ക, കൊച്ചി. മലാക്ക സ്ട്രീറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ തമിഴ്നാട് ശ്രീലങ്കയ്ക്ക് ഇടയിലുള്ള മലാക്ക സ്ട്രീറ്റ്. അപ്പൊ മലാക്ക, കൊച്ചി എന്നിവിടങ്ങളില് കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയാണ് പുള്ളി ചെയ്തത്. ഇനി ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയമാണ് നീലജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി. അത് നടപ്പിലാക്കിയ വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അപ്പൊ അൽമേഡയുടെ നീലജല നയം എന്താണ്? ശക്തമായ ഒരു നേവി, നാവിക പഠനം വളർത്തിയെടുത്ത് സമുദ്രത്തിൽ മേധാവിത്വം സ്ഥാപിക്കുക, മറ്റു രാജ്യങ്ങളെ കപ്പലുകളെ കടത്തിവിടാണ്ടിരിക്കുക. അല്ലെങ്കിൽ ആര് അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ആര് പോയാലും
അത് പോർച്ചുഗീസുകാർ അറിഞ്ഞിട്ടേ പോവാൻ പാടൂ എന്ന രീതിയിൽ അവരുടെ നേവിയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അൽമേഡയുടെ ലക്ഷ്യമായിരുന്നത്. ഓക്കെ, അൽമേഡ ശ്രദ്ധിക്കുക, നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? അൽമേഡ, ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. നീലജല നയം നടപ്പിലാക്കിയ വൈസ്രോയി ആണ് അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽമേഡ. ഓക്കെ, 2 ചോദ്യം അൽമേഡയെ കുറിച്ച് പഠിച്ചു വയ്ക്കുക. നീലജല നയവും ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന 2 കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുക. ഓക്കെ ആണോ? ഇനി ഞാൻ അൽബുക്കർക്കാണ് അടുത്ത വൈസ്രോയി കേട്ടോ. ഇന്ത്യയിലെ 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇതിന്റെ പ്രത്യേകത, പുള്ളി കുറച്ചും കൂടി ഒന്ന് കാര്യങ്ങൾ ചെയ്തു. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വൈസ്രോയി, ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽമേഡയല്ല, അത് അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയാണ് അൽബുക്കർക്ക്. കുറച്ചും കൂടി നമ്മുടെ മേലെ പിടിമുറുക്കാനായിട്ട് ശ്രമിച്ചു. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക്. ഇനി ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു വ്യവസ്ഥയാണ് മിശ്ര കോളനി വ്യവസ്ഥ. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. എന്ന് വെച്ചാല് പോർച്ചുഗീസുകാർ വന്നിട്ട് ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും പോർച്ചുഗീസുകാരുടെ ഒരു ഏരിയയിൽ കൊണ്ടുപോയി അവരെ താമസിപ്പിക്കുന്നു. അതിന് സങ്കര സങ്കേതങ്ങൾ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു മാരേജ് അലയൻസിലൂടെ ഈ നാട്ടിലൊന്ന് പിടിയുറപ്പിക്കാന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടുള്ള അൽബുക്കർക്ക് ഇവിടെ പ്രോത്സാഹിപ്പിച്ച് നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് മിശ്ര കോളനി വ്യവസ്ഥ. എന്ന് വെച്ചാൽ ഇന്ത്യക്കാരെ പോർച്ചുഗീസുകാര് വിവാഹം കഴിക്കുന്നു, ഇന്ത്യക്കാരുമായിട്ടൊരു മാരേജ് അലയൻസിൽ ഏർപ്പെട്ടുകൊണ്ട് ഇവിടെ ഒന്ന് വേരുറപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്, പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ അൽബുക്കർക്ക്, ഇന്ത്യയിൽ കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. അദ്ദേഹം വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു. നീതി പരിപാലനം കർശനമാക്കി. ഇന്ത്യയിൽ സതി നിരോധിച്ചു. അപ്പൊ നമ്മള് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിരോധിച്ച ഒരു അവസ്ഥയല്ല കേട്ടോ. കാരണം അവരുടെ കയ്യിൽ വളരെ കുറച്ച് ഏരിയാസ് ഒക്കെ അവരുടെ അടുത്തുള്ളൂ. അപ്പൊ അത് സതി നിരോധിച്ചു. കുറച്ച് ഏരിയകളിൽ മാത്രം. അവര് പ്രധാനമായിട്ടും ഗോവ, ദാമൻ, ദിയു ആ ഏരിയയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ കേരളത്തിലൊന്നും അവർക്ക് അത്രയും ഭരിക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ നാണയ സമ്പ്രദായം ഏർപ്പെടുത്തി. ഇനി പോർച്ചുഗീസുകാര് ഗോവ അവരുടെ ആസ്ഥാനമാക്കി വെച്ചേർന്നു ഇന്ത്യയില്. അപ്പോ ആ ഗോവ അവർ പിടിച്ചെടുത്ത് ബിജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. ആ ബിജാപ്പൂർ സുൽത്താന്റെ പേരാണ് മുഹമ്മദ് ആദിൽ ഷാ. ഒന്ന് നോട്ട് ചെയ്തോ. പോർച്ചുഗീസുകാര് 1510 ബിജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുത്തു. ആ ബിജാപ്പൂർ സുൽത്താന്റെ പേരാണ് മുഹമ്മദ് ആദിൽ ഷാ. ഇനി പോർച്ചുഗീസുകാര് കൊച്ചിയിൽ നിന്നും അവരുടെ ആസ്ഥാനം ഗോവയിലേക്ക് മാറ്റി. അത് മാറ്റിയ വൈസ്രോയി ആരാണ്? നമ്മുടെ അൽബുക്കർക്ക് അല്ലെ? അൽബുക്കർക്കാണ് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് ആസ്ഥാനം മാറ്റിയത്. ഇനി പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ഈ അറബികളുടെയും ചൈനക്കാരുടെയും കേരളത്തില് വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് 2 പ്രധാനപ്പെട്ട വൈസ്രോയിമാർ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ 1515 വരെയുള്ള 2ആളുടെ കാര്യം പറഞ്ഞ്. ഇനി 1524 നമ്മൾ വാസ്കോഡ ഗാമ വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് ഇപ്പൊ ഇതിനകത്ത് പഠിച്ചത്. ഓക്കെ, പിന്നെ കുഞ്ഞാലി മരക്കാരന്മാരെ കുറിച്ച് പഠിക്കാം. കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത് കോഴിക്കോട് സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു. അപ്പൊ എന്നും പോർച്ചുഗീസുകാർക്ക് ഒരു എതിരാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോഴിക്കോട് സാമൂതിരിയായിരുന്നു. കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ് ഏറ്റവും കൂടുതൽ പോർച്ചുഗീസുകാർക്ക് ഒരു വെല്ലുവിളിയായിട്ട് നിലനിന്നത്. കാരണം ഈ കടലിലൂടെയുള്ള ആക്രമണങ്ങൾക്ക് അവര് വളരെയധികം എക്സ്പേർട്ടുകളായിരുന്നു. കുഞ്ഞാലി മരക്കാർമാര് ഈ കടലില് ആക്രമണം നടത്തി പോർച്ചുഗീസ് കപ്പലുകളെയൊക്കെ ആക്രമിച്ച്
അവരെ നിരന്തരം പേടിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. നമുക്ക് നോക്കാം. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികരുടെ തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർമാർ. അവരുടെ ആസ്ഥാനമാണ് വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട. ഒന്നെങ്കിൽ പുതുപ്പണം കോട്ട എന്നോ മരക്കാർ കോട്ട എന്നും പറയും. വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട, അതാണ് മരക്കാർമാരുടെ ആസ്ഥാനം. പഠിച്ചു വെക്കുക. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറയാണ് ഗറില്ല, ഒളിപ്പോര്. അതായത് കടലിലാണ് ഈ ഗറില്ല പോര് നടക്കുന്നത് കേട്ടാ. ഗറില്ല ഒളിപ്പോരാണ് നടന്നിരുന്നത്. ഇനി പ്രധാനപ്പെട്ട 4 കുഞ്ഞാലിമാരാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞാലി 1 അദ്ദേഹത്തിന്റെ പേരാണ് കുട്ടിയാലി. കുഞ്ഞാലി 2 അദ്ദേഹത്തിന്റെ പേരാണ് കുട്ടിപ്പോക്രലി. കുഞ്ഞാലി 3 അദ്ദേഹത്തിന്റെ പേരാണ് പട്ടുമരക്കാർ അഥവാ പടമരക്കാർ. കുഞ്ഞാലി 4. ഇങ്ങനെ 4 കുഞ്ഞാലിമാരാണ് ഉണ്ടായിരുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ കോഴിക്കോട് സാമൂതിരി ഒരിക്കലും പോർച്ചുഗീസുകാരുടെ മുകളിൽ അടിയറോ പറഞ്ഞിട്ടില്ല. പകരം പോർച്ചുഗീസുകാർക്കെതിരെ അവരിങ്ങനെ എതിർത്ത് നിൽക്കുകയാണ് ചെയ്തത്. കാരണം അവരൊരു വിദേശ ശക്തിക്ക് ഒരിക്കലും കീഴടങ്ങാനായിട്ടൊന്നും തയ്യാറായിരുന്നില്ല. സാമൂതിരിയെ ഇതിന് സഹായിച്ച അദ്ദേഹത്തിന്റെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. ആകെ 4 കുഞ്ഞാലിമാരുണ്ട്. കുട്ടിയാലി, കുട്ടിപ്പോക്കരലി, പട്ടുമരയ്ക്കാർ അഥവാ പടമരയ്ക്കാർ, പിന്നെ കുഞ്ഞാലി 4ാമൻ ഉണ്ട്. ഇനി അടിച്ചിട്ട് കടന്നു കളയുക എന്ന സമരതന്ത്രം ആവിഷ്കരിച്ച ആളാണ് കുട്ടിയാലി അഥവാ കുഞ്ഞാലി 1ാമൻ. അടിച്ചിട്ട് കടന്നു കളയുക ആരുടെയാണ്? കുട്ടിയാലിയുടെയാണ്. അടിച്ചിട്ട് കടന്നു കളയുക കുട്ടിയാലി അഥവാ കുഞ്ഞാലി 1ാമനാണ്. ഇനി കുഞ്ഞാലി മരക്കാർ 3ാമനെ കുറിച്ച് പറയാം. പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ളത് 3ാമനും 4ാമനുമാണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരക്കാർ 3ാമനാണ്. അപ്പൊ ഈ ചാലിയം കോട്ട പണിതത് ആരാന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. പണിതത് ആരാണ്? പോർച്ചുഗീസുകാര്. അതായത് അവിടെ ആ ചാലിയം കോട്ടയിൽ ഇരുന്നിട്ട് അവർക്ക് സാമൂതിരിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പറ്റും. അപ്പോ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് ചാലിയം കോട്ട അറിയപ്പെട്ടിരുന്നത്. ചാലിയം കോട്ട അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ടിരുന്നത്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ്? ചാലിയം കോട്ടയാണ്. ഈ ചാലിയം കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? പണി കഴിപ്പിച്ചത് ആരാണ്? നമ്മുടെ പോർച്ചുഗീസുകാരാണ്. ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഈ പറഞ്ഞ മാതിരി പോർച്ചുഗീസുകാർ പഠിച്ചു അല്ലെ? ഈ പോർച്ചുഗീസുകാരെ പഠിച്ചു. ഇനി പഠിക്കാൻ പോണത് ആരാന്നല്ലോ? ഡച്ചുകാരെ പഠിക്കും, ഇംഗ്ലീഷുകാരെ പഠിക്കും. അവരൊക്കെ കോട്ടകൾ പണിതിട്ടുണ്ട്. ഇതെല്ലാം പണിത് കഴിയുമ്പോൾ ഈ എല്ലാ കോട്ടയും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ ചാലിയം കോട്ട പണിത് ആരാ? പോർച്ചുഗീസുകാരാണ്. ഇന്ന് നിങ്ങൾ സെന്റ് ആഞ്ചലോ കോട്ട കണ്ണൂര് പഠിക്കും, ചേറ്റുവ കോട്ട പഠിക്കും. അങ്ങനെ പല കോട്ടകളും പഠിക്കാൻ പോണ്. ഇനി നമ്മൾ യൂറോപ്യന്മാരെ വരവ് പഠിക്കുമ്പോ. അപ്പൊ പഠിച്ചു വെച്ചോ, ചാലിയം കോട്ട പണിതത് പോർച്ചുഗീസുകാരാണ്. ഇനി ഈ ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ വേണ്ടി സാമൂതിരനെ സഹായിച്ചത് കുഞ്ഞാലി മരക്കാർ 3ാമനാണ്. ചാലിയം കോട്ട അദ്ദേഹം തകർത്ത ആളാരാ? കുഞ്ഞാലി മരക്കാർ 3ാമൻ. ഇനി സാമൂതിരിയുടെ സൈന്യം ചാലിയം കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ച വർഷമാണ് 1571. ഇപ്പൊ നിലവിലുള്ള പരീക്ഷകളൊക്കെ ആവർത്തിച്ചു വരുന്ന ഒരു മനോഹരമായ ചോദ്യം ഇതാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബിക് കാവ്യമാണ് ഫത്ഹുൽ മുബീൻ, വ്യക്തമായ വിജയം. ആ നൂറ്റാണ്ട് ശ്രദ്ധിക്കുക, 16ാം നൂറ്റാണ്ട്. കാരണം ഇത് ഏത് നൂറ്റാണ്ടിലാണ് ഓരോ പുസ്തകങ്ങളും രചിച്ചത് എന്ന് ചോദിക്കുന്നത് PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അപ്പോ ഫത്ഹുൽ മുബീൻ അഥവാ വ്യക്തമായ വിജയം എന്ന് പറയുന്ന ബുക്ക് എന്താണ്? നോവലാണോ, കഥയാണോ, കവിതയാണോ എന്ന് ചോദിച്ചാൽ അതൊരു കവിതയാണ്. അതൊരു അറബിക് കാവ്യമാണ്. അടുത്ത ചോദ്യം, ഫത്ഹുൽ മുബീൻ എന്ന പുസ്തകം എഴുതിയത് ഏത് ഭാഷയിലാണ്? അറബി, പേർഷ്യൻ, ഉറുദു, ഹിന്ദി. ഏത് ഭാഷയാണ്? അറബി. നോട്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദ്യമാണ്. ഇനി ഫത്ഹുൽ മുബീൻ അഥവാ വ്യക്തമായ വിജയം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഗാസി മുഹമ്മദ്. അടുത്ത ചോദ്യമാണ്.
ഫത്തുൽ മുബീൻ അഥവാ വ്യക്തമായ വിജയം എന്ന പുസ്തകം എഴുതിയത് എന്തിനെ കുറിച്ചിട്ടാണ്? ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. ഇനി സാമൂതിരിയെ കുറിച്ചും പ്രകീർത്തിച്ചുകൊണ്ടും ഈ ഖാസി മുഹമ്മദ് എഴുതിയ കാവ്യം ഏതാന്ന് ചോദിച്ചാലും ഫത്തുൽ മുബീനാണ്. അങ്ങനെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഓക്കെ, LDക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, LD ക്ലർക്ക് എക്സാമിന്. ഇനി ഇസ്ലാം മതത്തിനും ഹിന്ദു മതത്തിനും വേണ്ടി ഒരുപോലെ പോരാടിനും ഹിന്ദുവായുള്ളിരി രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ എന്ന വരികൾ അക്കാലത്തെ സാമുദായിക സൗഹാർദ്ദത്തെ സൂചിപ്പിക്കുന്നു. അതായത് ഖാസി മുഹമ്മദ് നമ്മുടെ കോഴിക്കോട് സാമൂതിരിയെ പുകഴ്ത്തി എഴുതിയിട്ടും കൂടിയുള്ള ഒരു കവിതയാണ് ഫത്തുൽ മുബീൻ. ഫത്തുൽ മുബീൻ. ഓക്കെ, ഇതുപോലെ സമാനമായ പേരിലുള്ള പുസ്തകങ്ങളൊക്കെ പഠിക്കാനുണ്ട്. വളരെയധികം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ചോദ്യം വരുന്ന ഏരിയ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ കുഞ്ഞാലി 4-ാമനിലേക്ക് പോകുന്നു. കുഞ്ഞാലി പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിന്റെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി 4-ാമനാണ് കേട്ടാ. കുഞ്ഞാലി 4-ാമനാണ് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി 4-ാമനാണ്. ഇദ്ദേഹം സ്വയമാണ് സ്വീകരിച്ചത് എന്നീ ബിരുദം സ്വയം. പക്ഷേ ആ സമയത്തുണ്ടല്ലോ നമ്മുടെ കോഴിക്കോട് സാമൂതിരിക്ക് ഇഷ്ടായില്ല. അങ്ങനെ കുഞ്ഞാലി 4-ാമനെ ആ ഒരു സമയത്ത് ഏകദേശം 1540 ആയപ്പോഴത്തേനും സാമൂതിരി അങ്ങനെ പതുക്കെ നമ്മുടെ ഈ പോർച്ചുഗീസുകാരുടെ അടുക്കുകയും അവർ തമ്മിൽ പൊന്നാനി സന്ധിയൊക്കെ ഒപ്പുവെക്കുകയൊക്കെ ചെയ്തു. കാരണം അവസാനം ഈ കുഞ്ഞാലി 4-ാമൻ വളർന്ന് സ്വയം ഒരു വീരനായകനായിട്ട് ഉയർന്നു വന്നപ്പോ സാമൂതിരിക്ക് അത് അത്ര ദഹിച്ചില്ല. അങ്ങനെ സാമൂതിരി തന്നെ അദ്ദേഹത്തിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് പോർച്ചുഗീസുകാർക്ക് ഈ കുഞ്ഞാലി 4-ാമനെ പിടിച്ചു കൊടുക്കുകയും അങ്ങനെ കുഞ്ഞാലി മരക്കാർ 4-ാമനെ പോർച്ചുഗീസുകാര് ഗോവയിൽ വെച്ച് വധിക്കുകയും ചെയ്തു. 1600-ലാണ് ഗോവയിൽ വെച്ച് വധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ വെട്ടി നുറുക്കി കൊണ്ടുവന്ന് കോഴിക്കോട് പല സ്ഥലത്തും അവര് പ്രദർശിപ്പിച്ചു. അങ്ങനെ വളരെ ദയനീയമായ ഒരു മരണമാണ് കുഞ്ഞാലി 4-ാമന് ലഭിച്ചത്. കാരണം സാമൂതിരി തന്നെ ഒറ്റുകൊടുത്താണ് അദ്ദേഹം വളരെ ദയനീയമായിട്ട് മരിച്ചത്. അപ്പൊ കുഞ്ഞാലി 4-ാമനെ പോർച്ചുഗീസുകാർ വധിച്ചത് എവിടെ വെച്ചിട്ടാണ്? ഗോവയിൽ വെച്ചിട്ടാണ്. വർഷം നോക്കുക 1600-ലാണ് കേട്ടോ. നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലി മരക്കാർ സ്മാരകം നിർമ്മിച്ചത് കോട്ടക്കലിലാണ്, വടകരയിലാണ്. അത് പഠിക്കണം, SCERT ഫാക്ട് ആണ്. കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2000. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുഞ്ഞാലി മരക്കാർമാരെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മളൊരു മറ്റൊരു കാര്യം പഠിക്കാനുള്ളതാണ് കാർട്ടസ് വ്യവസ്ഥ. അതായത് നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ബ്ലൂ വാട്ടർ പോളിസി ഒക്കെ പറഞ്ഞല്ലോ. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തില് കടലിന്റെ ആധിപത്യം അവർക്ക് എടുക്കാം. അപ്പൊ അതിനുവേണ്ടി അവർ കൊണ്ടുവന്നതാണ് കാർട്ടസ് വ്യവസ്ഥ. അതായത് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് ഏതെങ്കിലും കപ്പലുകൾ വ്യാപാരം നടത്തുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി ഒരു പാസ് കൊടുക്കും. ആ പാസ് അറിയപ്പെട്ടിരുന്നതാണ് കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത്. കാർട്ടസ് എന്ന് പറയുന്ന ഒരു പാസ്സാണ്. അത് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് സ്വന്തമാക്കി എല്ലാ വിവരങ്ങളും അതിൽ കൊടുത്ത് അനുമതി കിട്ടിയാൽ മാത്രമാണ് മറ്റു രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് ഇന്ത്യയുമായിട്ട് വ്യാപാരം നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കടലിൽ വെച്ചിട്ട് തന്നെ അവർ എന്ത് ചെയ്യും? തരിപ്പണാക്കി കളയും. അപ്പൊ കാർട്ടസ് വ്യവസ്ഥ എന്താന്ന് നോക്കാം. ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയാൻ വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് അറിയപ്പെട്ടിരുന്നത് കാർട്ടസ്. ഓക്കെ, കാർട്ടസ്. ദെൻ ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർട്ടസ് പാസ് സ്വന്തമാക്കണമായിരുന്നു. ഇനി അതിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? കപ്പലിന്റെ വലുപ്പം കണ്ടോ, കപ്പലിന്റെ വലുപ്പം എത്രയാണെന്ന് കൊടുക്കണം. കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ കൊടുക്കണം. ചരക്കിന്റെ വിവരങ്ങൾ കൊടുക്കണം. എത്തിച്ചേർന്ന തുറമുഖം കൊടുക്കണം. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. ഇതാണ് നമ്മുടെ കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ യൂറോപ്യൻ ശക്തി ആരാണ്? നമ്മുടെ ചോദ്യം. പോർച്ചുഗീസ്, ഡച്ച്,
ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഉത്തരവേ ഉള്ളൂ, പോർച്ചുഗീസ് എന്ന് പറഞ്ഞ ഉത്തരവേ ഉള്ളൂ. ഇത് 4 പഠിച്ചു കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോ ഇത് കാർട്ടസ് വ്യവസ്ഥ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടപ്പിലാക്കിയ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ അല്ലേ? അടുത്തിലേക്ക് ഞാൻ പോകുന്നു. നമുക്ക് പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ പഠിക്കണം. എന്തൊക്കെയാണ് അവരുടെ സംഭാവനകൾ? കണ്ണൂരില് സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. ഓർക്ക, സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അപ്പൊ ഏത് യൂറോപ്യൻ ശക്തിയാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത്. അത് എവിടെയാണ് നിർമ്മിച്ചത്? കണ്ണൂര്. ഈ കോട്ട ആര് നിർമ്മിച്ചു? എവിടെ നിർമ്മിച്ചു? അതിന്റെ പേരെന്താണ്? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. വൺ വേർഡ് ആയിട്ടും ചേരുംപടി ചേർക്കാനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് നിർമ്മിച്ച ആളാണ് അൽമേഡ. അൽമേഡ 1505 ഇത് നിർമ്മിച്ചത്. അൽമേഡ, കേട്ടാ? ഓക്കെ. ഇനി തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ സെന്റ് ആഞ്ചലോ കോട്ട, നമ്മുടെ ചാലിയം കോട്ട ഓൾറെഡി പറഞ്ഞു, കോഴിക്കോട്. പിന്നെ കോട്ടപ്പുറം കോട്ട തൃശ്ശൂര്. ഇപ്പൊ കണ്ണൂർ സെന്റ് ആഞ്ചലോ കോട്ട, തൃശ്ശൂർ കോട്ടപ്പുറം കോട്ട, പിന്നെ ചാലിയം കോട്ട കോഴിക്കോട്. ഇനി കുഞ്ഞാലി മരക്കാർമാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട കോഴിക്കോട്. അല്ലെ? അപ്പൊ ഇതും അവരുടെ കോട്ടയാണ്. ഇനി ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് നുനോ ഡാ കുൻഹ. നുനോ ഡാ കുൻഹ. ചാലിയം കോട്ട പണിതത് നുനോ ഡാ കുൻഹ. ഇനി സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് എന്താണ്? ചാലിയം കോട്ടയാണ്. ചാലിയം കോട്ട. നമ്മൾ ഇതാണ് കേട്ടോ ഉത്തരം. ആ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഓക്കെ. അപ്പോ ഈ ചാലിയം കോട്ടയാണ്, ചാലിയം കോട്ട തകർത്ത ആളാണ് കുഞ്ഞാലി മൂന്നാമൻ. അല്ലെ? ഈ ചാലിയം കോട്ട തകർത്തത് 1571 ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ കൃതിയാണ് ഫത്തുൽ മുബീൻ. വ്യക്തമായ വിജയം എന്നാണ് ഇതിന്റെ മലയാള പരിഭാഷ. ഇനി ഈ ഏത് ഭാഷയിലാണ് ഫത്തുൽ മുബീൻ എഴുതിയതെന്ന് ചോദിച്ചാൽ അറബി ഭാഷയിലാണ്. അതൊരു കവിതയാണ്. ഓക്കെ, നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. ഇനി അടുത്ത അവരുടെ ചില സംഭാവനകളാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോത്തിക് ശൈലി. നമ്മുടെ പല പള്ളികളും പൊതുവെ പണിയുന്നത് ഗോത്തിക് ശൈലിയിലാണ്. ഇന്ത്യയില് ഗോത്തിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച പള്ളികളാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി, ബോം ജീസസ് പള്ളി ഗോവ. അല്ലെ? ഇത്രയും സ്ഥലങ്ങള് അവർ നിർമ്മിച്ചതാണ്. ഇനി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. ഈ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോഡഗാമേനെ ആദ്യം അടക്കിയത്. പിന്നീടാണല്ലോ വാസ്കോഡഗാമേനെ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത്. ഇനി കേരളത്തില് പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യത്തെ സെമിനാരിയാണ് വരാപ്പുഴ സെമിനാരി. പോർച്ചുഗീസുകാർ വൈദിക പരിശീലനത്തിന് വേണ്ടിയിട്ട് ഒരു സെമിനാരി കേരളത്തിൽ സ്ഥാപിച്ചു. അതാണ് വരാപ്പുഴയിൽ സ്ഥാപിച്ച സെമിനാരി. ഇനി കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. അതിന്റെ വർഷം നോക്ക, 1555. അപ്പോ മട്ടാഞ്ചേരി പാലസ് നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. ഇനി ഇത് പിന്നീട് പോർച്ചുഗീസിന് പിന്നാലെ വന്ന ഡച്ചുകാര് പുതുക്കി പണിതതോടെ ഡച്ച് കൊട്ടാരം അറിയപ്പെട്ടു. 1663 അവരത് പുതുക്കി പണിതത്. അതോടുകൂടി ഡച്ച് കൊട്ടാരം എന്നറിയപ്പെട്ടു. അപ്പൊ ഡച്ച് കൊട്ടാരം പണിതത് ആരാണ്? ഓപ്ഷൻ തരാം. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്. നിങ്ങൾ എന്ത് എഴുതും? പോർച്ചുഗീസ് എന്ന് എഴുതണം, അല്ലെ? അതായത് നമ്മുടെ മട്ടാഞ്ചേരി പാലസ് പണിതത് പോർച്ചുഗീസുകാരാണെങ്കിലും ഡച്ചുകാർ പുതുക്കി പണിതതോടെ ഡച്ച് കൊട്ടാരം എന്നാണ് മട്ടാഞ്ചേരി പാലസ് അറിയപ്പെടുന്നത്. 1663 അവര് മട്ടാഞ്ചേരി പാലസ് പുതുക്കി പണിതത്. ഇനി അത് പണിത വർഷം 1555. ഇപ്പോഴും അത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മട്ടാഞ്ചേരി പാലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ നിർമ്മിതികളും നോക്കിയേ. സെന്റ് ആഞ്ചലോ കോട്ട കണ്ണൂർ,
കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ, ചാലിയൻകോട്ട കോഴിക്കോട്, മട്ടാഞ്ചേരി പാലസ് കൊച്ചിയിലുണ്ട്, ഡച്ച് കൊട്ടാരം എന്ന് അറിയപ്പെടുന്നു. ഇനി കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചു. പോർച്ചുഗീസുകാര് കൊച്ചിയിലും വൈപ്പിനിലും എന്ത് സ്ഥാപിച്ചു? ഒരു അച്ചടിശാല സ്ഥാപിച്ചു. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, വറ്റൻമുളക്, പുകയില, ആത്തിക്ക, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. നോക്കിക്കോ, കൈതച്ചക്കയുണ്ട്, പപ്പായ ഉണ്ട്, കശുവണ്ടി. ഈ കശുവണ്ടി അവർ കൊണ്ടുവന്നുകൊണ്ടാണ് അവർ നമ്മുടെ പറങ്കികൾ എന്ന് വിളിക്കുന്നത്. പറങ്കി മാങ്ങ അല്ലെങ്കിൽ പറങ്കികൾ എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. അപ്പൊ ഇത് പറങ്കി മാങ്ങ എന്നാണ് കശുവണ്ടിനെ പറയുന്നത്. പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, ആത്തക്ക, മരച്ചീനി, റബ്ബർ ഇതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചു. ചവിട്ട് നാടകം ഇന്ത്യയിൽ പ്രചാരത്തിലാക്കിയ വിദേശ ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. അതായത് യൂറോപ്യൻ ഓപ്പറയുടെ ഒരു സാദൃശ്യമുള്ള ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം. കേരളത്തിൽ ഏത് രാജാവാണ് പോർച്ചുഗീസ് രാജാവിനെ സൈനിക സഹോദരൻ എന്ന ബഹുമതി സ്വന്തമാക്കിയത്? അതാണ് പുറക്കാട്ട് രാജാവ്. പുറക്കാട്ട് രാജാവ് എന്ത് ചെയ്തു? പോർച്ചുഗീസ് രാജാവിനെ സൈനിക സഹോദരൻ എന്നൊരു ബഹുമതിയൊക്കെ നേരിട്ടുണ്ടായിരുന്നു. ഇനി മാനുവൽ കോട്ട, കൊച്ചിയിലെ മാനുവൽ കോട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി, ഏറ്റവും പഴയത് കേട്ടോ ഇന്ത്യയിലെ, അതാണ് മാനുവൽ കോട്ട എന്നറിയപ്പെടുന്നത്. ഇനി ഇതറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയായിട്ടുള്ള മാനുവൽ കോട്ട നിർമ്മിച്ചത് 1503 നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. അത് പണി കഴിപ്പിച്ച വ്യക്തി അൽബുക്കർക്കാണ്. അൽബുക്കർക്ക് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലെത്തി. അദ്ദേഹം 1510 ആ കാലഘട്ടത്തിലാണ്. പക്ഷെ അതിന് മുന്നേ 1503 അദ്ദേഹം ഈ കോട്ട പണിതിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഈ പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. പണിത വ്യക്തി അൽബുക്കർക്കാണ്. 1503 പണിതതാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി. ഓപ്ഷൻ തരാം: മാനുവൽ കോട്ട, കോട്ടപ്പുറം കോട്ട, സെന്റ് ആഞ്ചലോ കോട്ട, ചാലിയൻകോട്ട. നിങ്ങൾ എന്ത് ഉത്തരം പറയും? മാനുവൽ കോട്ട. ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് കൊച്ചിയിലാണ്. ഇനി ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായിട്ട് സെമിനാരികളും കോളേജുകളൊക്കെ ആരംഭിച്ച സ്ഥലങ്ങളാണ് കൊച്ചിയും കൊടുങ്ങല്ലൂരും വൈപ്പിൻ കോട്ടയും ഒക്കെ. ഇനി പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ ഇങ്ങനെ കുരുമുളകിന്റെ വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിനായിട്ട് പരസ്പരം മത്സരിച്ചിരുന്നു. ഓക്കെ, ഇനി കൺഫ്യൂസിങ് ഫാക്ട് ആയിട്ട് 1-2 കാര്യം പറയാം. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷമാണ് 1513. അപ്പൊ കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലൊരു സന്ധി ഒപ്പുവെച്ചിരുന്നു. അതിന്റെ പേര് കണ്ണൂർ സന്ധി എന്നാണ്. അതാണ് 1513. ഇനി പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒരു പൊന്നാനി സന്ധി ഒപ്പുവെച്ചതാണ് 1540. ഓക്കെ, 1540. ഇത് ഈ 1540 സന്ധിയിൽ കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഏകദേശം നല്ല ബന്ധത്തിലാണ്. പക്ഷെ 1513 സന്ധിയിൽ കോഴിക്കോടിന് മറ്റു ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല, കോഴിക്കോടിന്റെ ആഭ്യന്തരകാലം ഇടപെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പുവെച്ച ഒരു സന്ധിയാണ് 1513. പക്ഷെ 1540 പൊന്നാനി സന്ധി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ആയിരുന്നു. ഇനി ഒരു പുസ്തകം നോക്കുക, തുഫത്തുൽ മുജാഹിദീൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഫത്തുൽ മുബീൻ ആണ്, അറബി കാവ്യം. ഇത് എന്താണ്? തുഫത്തുൽ മുജാഹിദീൻ കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി. SCRT ഫാക്ട് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദ്യം ചോദിക്കുന്നതാണ്. തുഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബി ഭാഷയാണ്. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ്. തുഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്.
രചിച്ച ഭാഷ അറബിയാണ്. പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഒരു കൃതിയാണ് തുഖ്ഫത്തുൽ മുജാഹിദീൻ. ഫത്തുൽ മുബീൻ അറബി കാവ്യമാണ്. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിക്കുന്നതാണ്. ഇനി പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച ചില പദങ്ങൾ നോക്കാം. അതാണ് വേലം, ഫാക്ടറി, മുറം, പതക്കം, പൊന്ത, കുമ്പസാരം, വികാരി, ചാവി, ജനൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത, റാന്തൽ, വിജാഗിരി, അലമാര, ചായ, മേസ്തിരി, ഉഷിനി. അപ്പൊ ഇതൊക്കെ പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച പദങ്ങളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓവറോൾ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നോട്ട് നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതി കംപ്ലീറ്റ് ആക്കി എടുക്കാം. ഓക്കെ, സംശയങ്ങളില്ലെങ്കിൽ നമുക്ക് പതുക്കെ ലീവ് ചെയ്യാം. ഒരു സെക്കൻഡ്, നമ്മൾ ഒരു ചോദ്യം ഞാൻ പറയാം, ഒരു ചോദ്യം പറയാം. ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിൽ എന്തായാലും എക്സാമിൽ ഇട്ട് തരുള്ളൂ നിങ്ങൾക്ക്. അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അങ്ങനെ പരിചയപ്പെടുത്താം. PYQ അതിനകത്ത് ഇട്ട് തരാം. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.